ഫിറോസ്കയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ പൂനലി ആയാലും അല്ലെങ്കിൽ റസൂലിലൊക്കെ കേൾക്കുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് പോപ്പുലറായ പാട്ടുകളുണ്ടല്ലോ വെച്ചാൽ 2010 അല്ലെങ്കിൽ 2000 ശേഷം 2000 ശേഷം പോപ്പുലറായ മാപ്പിളപ്പാട്ടുകളിലേക്ക് വരുമ്പോൾ അവിടെ പലപ്പോഴും ഈ സാഹിത്യത്തിന്റെ അംശം അല്ലെങ്കിൽ വേദനയുടെ അംശം ഒരു ലൈഫ് ലെസന്റെ അംശമൊക്കെ വളരെ വളരെ കുറവായ പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. പൊന്നെ പൂവേ കരളെ മുത്തേ ഖൽബേ ഈ പാട്ടുകൾ വെച്ചിട്ട് തന്നെ അതിന്റെ പിന്നെ കുറെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും വെക്കും, കുറെ പേര് അതിന്റെ പേരിൽ പോപ്പുലർ ആവുകയും ചെയ്തു. അപ്പോഴൊന്നും ഈ ഫിറോസ് ബാബു എന്നുള്ള പേര് ആ ഭാഗത്തേ ഇല്ല. അത് വന്ന് ഭവിച്ചതാണോ അല്ലെങ്കിൽ ആ സമയത്ത് ആക്റ്റീവ് ആവണ്ട എന്ന് തോന്നിയതാണോ? അല്ല, ഞാൻ ഒരിക്കലും ഒരു പേരോ ഒരു പാട്ടോ ഞാൻ പരാമർശിക്കാൻ പാടില്ല. കാരണം ഒരു ശത്രു കൂടെ എനിക്ക് അതാണ് സംഭവിക്കുക. അപ്പൊ ഞാനത് ഇത് ഞങ്ങൾ പറയേണ്ട ഒരു കാലത്തൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആൽബം എന്ന് പറയുന്ന ആ പേരിൽ വിളിച്ച പാട്ടുകൾ കേട്ടോ, അതിൽ ചിലതൊക്കെ നല്ല പാട്ടുകളായിരുന്നു എന്ന് പറയാതെ വയ്യ. പക്ഷെ ഈ പറഞ്ഞത് ഞാനത് ആവർത്തിക്കുന്നു, ഈ പറഞ്ഞ രീതിയിൽ വന്ന പാട്ടുകൾക്ക് അല്പായുസായിരുന്നു പലപ്പോഴും, കുറഞ്ഞ ആയുസ്, ഇയാമ്പാറ്റയുടെ ആയുസ് എന്നൊക്കെ ഞങ്ങളന്ന് പറയുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറേ പാട്ടുകാർ, ഞാനടക്കം പുറകോട്ട് പോണ്ടി വന്നു. പാട്ടില്ല, കാസറ്റില്ല, ഞങ്ങൾക്കൊന്നും പാട്ടുകളില്ല, കുറേ പാട്ടുകാർ. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ പേര് പോലും എവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ ആൽബങ്ങളുടെ ട്രെൻഡ് ഇങ്ങനെ കത്തി വന്ന സമയത്താണ് ഞാൻ പ്രവാസിയാവുന്നത്. നമ്മൾ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ജനം എന്താ പറയാന്നറിയോ കലാകാരന്മാരെ കുറിച്ച്? പാട്ടും പാടി നടന്ന് ആ കുട്ടികളെ സ്ഥിതി കണ്ടില്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷ, ആ പിള്ളേരെ സ്ഥിതി കണ്ടില്ലേ, ഓൻ പാട്ട് എന്നും പറഞ്ഞ് അങ്ങനെ നടന്ന് പാട്ട് 24 മണിക്കൂർ കാണുമ്പോൾ ഈ മൂളൽ തന്നെ ബെയ്ത്ത് തന്നെ എന്നൊക്കെയാണോ പറയാ? പാട്ടും ബെയ്ത്തും ആണല്ലോ നമ്മളെ കളിയാക്കി പറയാം. അല്ലെങ്കിൽ ചോദിക്കല് പാട്ടും കൂത്തും എന്നാണ് ചോദിക്കുന്നവർ. അപ്പോൾ ഈ കൂത്തും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പോഴും ചോദിക്കും ചിലർ, പാട്ടും കൂത്തൊക്കെ ഇല്ലേ എന്ന് ചോദിക്കും. അതൊരു വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നൊരു രീതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ ടക്ക് എല്ലാം വിട്ടു, നേരെ ഗൾഫ്. അതൊരു കണക്കിന് നല്ലതുമായി, തീർച്ചയായിട്ടും നന്നായി. 12 കൊല്ലം ഒരേ കമ്പനിയിൽ, ഒമാൻ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്ത്, നല്ല കമ്പനി, GCCയിലെ നമ്പർ. അല്ല, അവിടെ നിൽക്കുമ്പോൾ ഈ മാപ്പിള ആൽബങ്ങളുടെ ട്രെൻഡ് കണ്ടിട്ട് ദുഃഖം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് മികച്ച പാട്ടുകളൊന്നും ആ സമയത്ത് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. കേട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞ ആയുസുള്ള ചില പാട്ടുകൾ വരും. അത് ഇവിടുന്ന് പാട്ടുകാർ വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ പിന്നെ ഓർക്കസ്ട്രയിലേക്ക് മാറി. അവിടെ എത്തുമ്പോൾ എൻ്റെ റോള് മൊത്തം തബലയിലേക്ക് മാറി. കാരണം ഇവിടെ തബല വായിച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പാട്ടുകാരനായിട്ട് തന്നെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തബലിസ്റ്റിനെ കിട്ടണമായിരുന്നു. എൻ്റെ യാറസൂലൊക്കെ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഇനി ആ പാട്ട് പാടിയിട്ട് അതിന്മേൽ ഒരു പരീക്ഷണം പ്രവാസികൾ നടത്താനില്ല. എല്ലാവരുടെ ഓപ്പണിംഗ് സോങ്ങും യാറസൂലുള്ളതാണ്. അപ്പം എന്നോട് ഗിറ്റാറിസ്റ്റ് ലത്തീഫുണ്ട്, ചാവക്കാട്ടിലെ ലത്തീഫ്, എന്നോട് അവിടെ ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു, ഫിറോസ് ബാബു നിങ്ങളല്ലേ യാറസൂലുള്ള ശരിക്കും പാടിയത്? അതെ, ഇതിൻ്റെ ഒറിജിനൽ പടിഞ്ഞൊന്ന് പാടിക്കൊടുക്കണം കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇതിൻ്റെ ഒറിജിനലൊന്ന് പാടിക്കൊടുക്കണേന്ന്. കാരണം പലരും പല ഇഷ്ടത്തിന് പാടുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ വേദികൾ. ടഫായിട്ടുള്ളൊരു പാട്ടും കൂടിയല്ലേ, അതായത് കുറേ നേരം ബ്രത്ത് പിടിക്കണം, കുറെ കടികെട്ടിയായിട്ടുള്ള വാക്കുകളാണ്. ചോദിക്കണ്ടോ, ആലിക്കുട്ടിക്കുരിക്കൾ ആരാ? TP ആലിക്കുട്ടിക്കുരിക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രചയിതാവല്ലേ, സാധ്യ രചയിതാവല്ലേ. അറബി മലയാളം അറിയാം, ശുദ്ധ മലയാളം അറിയാം, രണ്ടും ചേർത്ത് എഴുതിയൊരു പാട്ടാണ്. എത്ര സമയം എടുത്തിട്ട് അത് പഠിച്ചത്, ആ പാട്ടിന്റെ വരികൾ പഠിച്ചത്? അത് ഞാൻ പഠിക്കാൻ മ്യൂസിക് ഡയറക്ടർ സാധാരണ ഹാർമോണിയം വെച്ച് പാട്ട് പറഞ്ഞു തരുന്ന ഒരു സമയം എനിക്ക് എടുക്കേണ്ടി വന്നില്ല. എന്താ പറയുക, കാരണം ഞാൻ പാടുന്നത് 84, 82, 81, 80, 79 KR വേണുവേട്ടൻ എന്ന് പറയുന്ന വലിയ പാട്ടുകാരൻ ലീഡ് ചെയ്തുകൊണ്ട് ഫസീലത്ത, ഇന്ദിര ജോയ്, സോണിയ, TKM കോയ, വസന്തകുമാർ, പിന്നെ വിയൻകുട്ടി മാഷ അടക്കമുള്ള എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഈ പാട്ട് വിയൻകുട്ടി മാഷയുടെ ട്രൂപ്പിൽ സ്ഥിരം ഞാൻ കേൾക്കുന്നതാണ്. ഞാൻ അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് KMK വെള്ളയിൽ, MP ഉമ്മർകുട്ടി, KS മുഹമ്മദ് കുട്ടി, KT മുഹമ്മദ് കുട്ടി, റംലാബിക, മൈഷാബിക ഇവരുടെ കൂടെയാണ്. മാഷ കൂടെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാനിത് എല്ലാ വേദിയിലും കേൾക്കുന്നുണ്ട്. എനിക്ക് കാണാപ്പാടാണ് പാട്ട്, കേട്ട് കാണാപ്പാടാണ്. വരികൾ കൈ തന്നു. അതിൻ്റെ ഏറ്റവും വലിയ സംഗതി അതല്ല, കോഴിക്കോട് അബൂബക്കർ എന്ന വലിയ സംഗീത സംവിധായകൻ ദാസേട്ടനെ കൊണ്ട് പാടിക്കണമെന്ന് മോഹിച്ച പാട്ടാണ്. ഏതിൻ്റെ കൂടെ? കരയാനും പറയാനും, കണ്ണീരിൽ മുങ്ങി ഞാൻ, മൗത്തും ഹയാത്തിനും, ഉമ്മയെ ചോദിച്ച്, ഈ വർക്കിൽ കയറേണ്ട പാട്ടായിരുന്നു. എന്തോ ആ വർക്ക് കുറച്ച് നീണ്ടപ്പോൾ വേറൊരു കാസറ്റ് പിറക്കുന്നു എന്നുള്ളൊരു സമയം വന്നപ്പോൾ ഉക്കുബായി ഈ പാട്ട് അതിലേക്ക് അടർത്തി ഇങ്ങോട്ട് എടുത്തു. ഇത് ഫിറോസ് പാടട്ടെ എന്നായിരുന്നു. എന്നെ ഉക്കുബായി എങ്ങനെയാണ് അന്ന് തീരുമാനിച്ചെന്നുള്ളത്, ഞാൻ കുറച്ച് ഹൈ പാടുമായിരുന്നു നന്നായിട്ട് ആ സമയത്ത്. അതുകൊണ്ടായിരിക്കാം. കോഴിക്കോട് അബൂബക്കർ എന്ന് പറഞ്ഞ വലിയ സംഗീത സംവിധായകൻ, ഞാൻ എൻ്റെ ഗുരുനാഥൻ വിൻസെൻ്റ് മാഷ കഴിഞ്ഞാൽ
ഏറ്റവും കടപ്പെട്ട മനുഷ്യൻ. ഇത്ര പാട്ടുകളാണ് എനിക്ക് തന്നത്. അതിൻ്റെ ഒരു ക്രീം ഭാഗം പാടാൻ പറ്റുമോ? അതിൻ്റെ പ്രധാന ഭാഗം വിരുത്തമാണ് ഏറ്റവും പ്രധാനം. വിരുത്തം കേട്ടപ്പോഴാണ് മാമുക്ക എന്നോട് പറഞ്ഞത്. മാമുക്കയാണ് ആദ്യം കമൻറ്റ് തന്നത്. മാമുക്ക ഫ്ലാഷ് എന്ന് പറയുന്ന കോഴിക്കോടത്തെ കാസറ്റ് കടയിൽ എല്ലാവരും വന്ന് കൂടുന്നൊരു കാസറ്റ് കട ജയിൽ റോട്ടിൽ ഡേവിസൻ്റെ തൊട്ടുണ്ടായിരുന്നു. മാമുക്ക ഇതിങ്ങനെ കേട്ടു. അവിടെ അന്ന് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് അവിടെ കളിക്കുകയാണ്. അപ്പോൾ അതിന് ആള് കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വന്ന 3ാമത്തെ പടല്ലേ, കൂടുതൽ മൂപ്പരുടെ നാടല്ലേ, പാവം സൈക്കിളിലൊക്കെ വരും. അങ്ങനൊക്കെ ഒരു സ്വഭാവമായിരുന്നു അന്ന്. നടന്നു വരും ഓട്ടോറിക്ഷയിൽ. മൂപ്പർക്ക് അതൊന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു മനുഷ്യൻ. മാമുക്ക അവിടെ നോക്കാൻ വന്നിട്ട് ഇവിടെ ഫ്ലാഷിൽ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കാസറ്റ് ഇങ്ങനെ പാടിക്കുകയാണ് അഷ്റഫ് ഖാനോട്. ആരാടോ അഷ്റഫേ എന്ന് ചോദിച്ചു. ഇതാ ഇവന്, ഞാനവിടെ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഔക്കുബായിയുടെ പ്രോഗ്രാം. ഇതാ ഇവൻ മോമ്പാ, കോഴിക്കോടൻ സ്റ്റൈലിൽ. മോമ്പാ പേരെന്താടോ? ഫിറോസ് ബാബു. എന്ത് വിളിയാ മോനെ ജി വിളിച്ചത്? ഇങ്ങനെയാടാ വിളിക്കേണ്ടത്. യാ റസൂലല്ലാഹ് സല്ലി അലാ യാ ഹബീബി യാ ഹബീബി യാ ഹബീബി. ഇതായിരുന്നു ബിരുത്തം. ഇത് കേട്ടിട്ട് ആളുകൾ പറഞ്ഞിട്ടോ എന്നാ പിന്നെ ഹരിമുരളീരവും ഗംഗയൊക്കെ ഒന്ന് പാട്ട് നോക്കി. അത്ര ടഫല്ല. അതെ അല്ല, പാടാറുണ്ടായിരുന്നു നമ്മൾ. ഗംഗയൊന്നും ഞാൻ പാടിയില്ല കേട്ടോ. അയ്യോ, ഗംഗയുടെ ഒക്കെ വലിയ പാട്ടല്ലേ. അത് ആരാ പാടിയത്? പൂനില പുഞ്ചിരി തൂകിയതിന്റെ പേരിലും അല്ലെങ്കിൽ യാ നബിയുടെ പേരിലുമാണ് ഏറ്റവും അധികം സെലിബ്രേറ്റ് ആവുന്നത്. യാ റസൂൽ എൻ്റെ പേരിലാണ് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പേഴ്സണലി ഇതിൻ്റെ ഈ 2 പാട്ടുകളുടെയും ഇഷ്ടം വെച്ച് നോക്കുമ്പോൾ ഏതിനോടാ കൂടുതൽ ഇഷ്ടം? കുടുങ്ങിയ ശരിക്കും കുടുങ്ങി. കാരണം ഒന്നെനിക്ക് എന്നെ ഞാനാക്കുന്ന ആദ്യത്തെ പാട്ടാണ്. 3ാമത്തെ കാസറ്റാണ് സുൽത്താന. ഞാൻ ആദ്യം പാടുന്നത് തങ്കക്കിനാവ്, 2ാമത് പാടുന്നത് ലബ്ബൈക്ക്. തങ്കക്കിനാവ് നാട്ടിലെ വളാഞ്ചേരിക്കാരുടെ ഒരു കാസറ്റായിരുന്നു. ലബ്ബൈക്ക് എറണാകുളത്ത് യൂസഫ് ഖാ, റിജിയ എന്ന് പറഞ്ഞൊരു കുട്ടി പാടുന്നില്ലേ, റിജിയ മോളുടെ ബാപ്പ, അവളുടെ ബാപ്പ യൂസഫ് ഖാ പ്രൊഡ്യൂസറായിരുന്നു അന്ന്. അദ്ദേഹം എടുത്ത കാസറ്റ് ലബ്ബൈക്ക്. ലബ്ബൈക്കിൽ എനിക്കൊരു സാധാരണ പാട്ടാണ്. പക്ഷേ എനിക്ക് കിട്ടിയ 3ാമത്തെ ചരിത്രം മാറ്റിയ കാസറ്റായിരുന്നു സുൽത്താന. സുൽത്താനിനാണ് യാ റസൂലുള്ള. ആ അർത്ഥത്തിൽ ഞാൻ യാ റസൂലുള്ളയെ എവിടെയോ വയ്ക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു വലിയ ടേൺ തന്ന പാട്ടാണ് പൂനില പുഞ്ചിരി. ഞാൻ പ്രണയവിവാഹമായിരുന്നു. ഞങ്ങളിങ്ങനെ ഇഷ്ടപ്പെടുന്നു, മാറുന്നു, കാണുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, സ്വാഭാവികം. കാരണം നല്ലൊരു കുടുംബത്തിൽ ഒരു കുട്ടിയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നാലെ നടക്കുന്നത് ഈ പാട്ട് മാത്രം അറിയുന്ന ഒരു ചെക്കനാ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ എത്ര അക്സെപ്റ്റ് ചെയ്യും അല്ലേ? കുറച്ച് പ്രയാസമല്ലേ? പാട്ടാണ് അവന് പണിയെന്നല്ലേ പറയുക, അത് പറയുമല്ലോ അന്ന് സ്വാഭാവികമായിട്ട്. പക്ഷേ ഞങ്ങൾ ഒന്നായി. പക്ഷേ ഞങ്ങളെ അടുപ്പിച്ച് കുറേ പാട്ടുകളുണ്ടായിരുന്നു. ഇടയിലിടയിലൊക്കെ എൻ്റെ കുറിക്കല്യാണം നടക്കുമല്ലോ നമ്മുടെ നാട്ടിൽ, അവിടെയൊക്കെ ഈ കാസറ്റ് പാടുന്ന കാലത്ത് എൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടും. ഇങ്ങനെ അലയടിക്കും കാറ്റിൽ, ഇതിങ്ങനെ അടിച്ച് ഇവളുടെ ചെവിയിലെത്തും, ഇവളുടെ വീട്ടിലെത്തും. അപ്പോൾ വീണ്ടും ഈ ഇഷ്ടം ഒന്നുകൂടെ കൂടും. അങ്ങനെ ഞങ്ങളെ അടുപ്പിച്ച് ഒരുപാട് പാട്ടുകളിൽ ഏറ്റവും മേലെ നിൽക്കുന്ന പാട്ടാണ് പൂനില പുഞ്ചിരി തൂകിക്കെസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ, പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ. പാട്ട്. ഇപ്പോൾ